ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു വിദേശ രാജ്യത്തിൽ സഞ്ചരിച്ചപ്പോൾ ആര്യ പങ്കുവച്ചിരുന്ന സ്റ്റോറി വളരെയധികം നിർണായകവും എല്ലാവരും ചർച്ച ചെയ്യുന്ന രീതിയിലേക്കും മാറിയിരുന്നു. ആ സ്റ്റോറിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഞാൻ അമ്മയായി, അതായത് അവസാനമായി സിംഗിൾ മദർ ആയിരിക്കുന്നത് ഈ ഇന്റർനാഷണൽ ട്രിപ്പിലായിരിക്കും എന്നാണ് ആര്യ സൂചിപ്പിച്ചത്. ഇനി അടുത്ത വർഷം പുതിയ ഇന്റർനാഷണൽ ട്രിപ്പുമായി എത്തുമ്പോൾ ഞാൻ സിംഗിൾ മദർ ആയിരിക്കില്ല എന്നായിരുന്നു ആര്യ അതിലൂടെ ഉദ്ദേശിച്ചത്. അതായത് 2025 തുടക്കത്തിലോ 2024 അവസാനത്തിലോ ആര്യ വിവാഹിതയായേക്കും എന്നൊരു സൂചനയായിരുന്നു ആ ചിത്രങ്ങളിലൂടെ തന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് പ്രകാരം ഞാൻ വിവാഹമേ കഴിക്കുന്നില്ല എന്നാണ്. ആര്യ ഉടനെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുന്നു. ഒരു നല്ല ഭർത്താവ് അല്ലെങ്കിൽ കാഞ്ചീവരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഞാൻ കാഞ്ചീവരം മാത്രമേ തിരഞ്ഞെടുക്കൂ. ഞാൻ ഒരിക്കലും നല്ല ഭർത്താവിലേക്ക് പോകില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയും വരില്ല. കാഞ്ചീവരം നന്നായി നോക്കിയതിന് ശേഷം മാത്രമേ എനിക്കിനി എന്തുമുള്ളൂ. ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ആര്യ. കാഞ്ചീവരം എന്ന് പറയുന്നത് ആര്യയുടെ സ്വന്തമായി തുടങ്ങിയ ബൊട്ടീക്കിന്റെ പേരാണ്. അറോയ എന്ന പേരിൽ ആര്യയും മറ്റൊരാളും തമ്മിൽ നടത്തുന്ന ഒരു ചെറിയ ബൊട്ടീക്ക് തിരുവനന്തപുരത്തുണ്ടെങ്കിലും അതിന്റെ കാഞ്ചീപുരം സെക്ഷൻ മാത്രമാണ് കാഞ്ചീപുരമായിട്ട് ആര്യ അവിടെ കൊച്ചിയിൽ തുടങ്ങിയത്. കൊച്ചിയിൽ ഏറെ നാളായി താരം താമസിക്കാൻ തുടങ്ങിയിട്ട്. മകൾ റോയയും താരത്തിനോടൊപ്പം തന്നെയാണ്. മകൾ അവിടെയാണ് പഠിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇവർ മാറിയതിനു ശേഷമാണ് കാഞ്ചീപുരം ഇത്രമേൽ എല്ലാവരുടെ ഇടയിലും പ്രശസ്തമായത്. എല്ലാവർക്കും എത്തുന്ന രീതിയിൽ തന്നെ കാഞ്ചീപുരം സാരികൾ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കാഞ്ചീപുരം സാരികളോടുള്ള ഇഷ്ടവും പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം ഇഷ്ടവുമാണ്. കാരണം ആര്യയുടെ വാർത്തകൾ അറിയാൻ ആരാധകർ കാതോർത്തിരിക്കാറുണ്ട്. ഇപ്പോൾ ആര്യ അവസാനമായി സിംഗിൾ മദറായിരിക്കുന്ന വിദേശ ട്രിപ്പ് എന്ന് പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിന് പിന്നാലെ എപ്പോഴായിരിക്കും ആര്യയുടെ വിവാഹം എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്കുള്ള ഉത്തരം തന്നെയാണ് ഇപ്പോൾ ആര്യ നൽകുന്നത്. അയ്യോ, ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ വിവാഹിതയാകാൻ പോകുന്നില്ല, നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ട എന്നാണ് പറയുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പിലേക്കും ഞാനില്ല. റിലേഷൻഷിപ്പ് വേണോ അതോ 2025 കാഞ്ചീവരം നന്നായിട്ട് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാഞ്ചീവരം മാത്രമേ തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് തന്നെ കാഞ്ചീവരം എടുത്ത് നന്നായി ജീവിക്കാൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ബഡായി ലേഡിയായ ആര്യ ബാബു പറയുന്നത്. ബഡായിൽ ബംഗ്ലാവിലൂടെ വൈറലായതുകൊണ്ട് തന്നെയാണ് ആര്യ ബഡായി എന്ന് എല്ലാവരും വിളിക്കുന്നത്. എന്നാൽ ആര്യ ബാബു എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്. മകൾ റോയയുമായിട്ടുള്ള വിശേഷങ്ങളാണ് കൂടുതലും താരം പങ്കുവയ്ക്കാറുള്ളത്. ഇപ്പോൾ നൃത്ത വീഡിയോസും പങ്കുവച്ചെത്താറുണ്ട്. ബൊട്ടീക്കിലെ വിശേഷങ്ങളാണ് ഭൂരിഭാഗം സമയവും ആര്യ പങ്കുവയ്ക്കാറുള്ളത്. അതിനപ്പുറം ആര്യ പങ്കുവയ്ക്കുന്ന വിഷയമാണ് റോയ തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാം. തൻ്റെ ജീവിതത്തിൽ 2024 ഏറ്റവും കൂടുതൽ താൻ സന്തോഷമായിട്ടുണ്ടായിരുന്ന നിമിഷത്തെക്കുറിച്ച് പ്രേക്ഷകർ ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഉത്തരം റോയ തന്നെയായിരുന്നു. റോയയുടെ മുഖവും റോയയുടെ ചിത്രങ്ങളും മാത്രമായിരുന്നു ആര്യ പങ്കുവച്ചത്. എൻ്റെ മിനിമിയാണ്, എൻ്റെ എക്സാക്ട് കോപ്പിയാണ് റോയ. കാണാനും അതുപോലെ സ്വഭാവവും. അതുകൊണ്ട് തന്നെ എൻ്റെ മിനിമി എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടമെന്ന് എപ്പോഴും ആര്യ പറയാറുണ്ട്. റോയയെ അങ്ങനെ തന്നെയാണ് എപ്പോഴും ആര്യ പരാമർശിക്കാറുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.